Good morning, students. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ ലെക്ചർ സീരീസിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്? ഇതിൻ്റെ കോമ്പോസിഷൻസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്? ഓക്കെ, നമ്മളെല്ലാവരും സുപരിചിതമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിൻ്റെ മെഡിക്കൽ ടെർമിനോളജീസും അതേപോലെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ. കാരണം നമ്മൾ നാളെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നമുക്കറിയാം ഫുൾ ഫങ്ഷനിങ് നടക്കുന്നത് ഈ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസും അതേപോലെ അതിൻ്റെ ഫങ്ഷനിങ്സുകളെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബോഡീൻ്റെ ബേസിക് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം അതിൻ്റെ ബേസിക് സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്, ഇത് നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകും. നമുക്ക് കണ്ടൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ബേസിക് ആയിട്ട് പറയുന്നത് എന്താണ് ഹ്യൂമൻ ബോഡി, ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഫോം അപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. കണ്ടൻസ്: The human body is an incredible and complex system that works seamlessly to keep us alive and well. Made up of trillions of cells, the basic building block of our life. Our body is organized into different systems, each with a specific job. നമ്മുടെ ബോഡീൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്, ഓക്കെ, ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ ഒരു ലൈവായി നിൽക്കുന്നത്. ഈ ബോഡി എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് സെൽസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഈ സെൽസുകളാണ് എന്താകുന്നത് ടിഷ്യൂസും ഓർഗൻ സിസ്റ്റമായിട്ട് മാറുന്നത്. ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഡിഫറെൻറ്റ് ഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസുകളുണ്ട്, അത് പെർഫോം ചെയ്യേണ്ട റോൾസുകളുണ്ട്. Next, all these systems work together in harmony to maintain body's balance known as homeostasis. ഈ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുള്ള ഓർഗൻ സിസ്റ്റംസും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട് നമ്മളെ ബോഡീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു നോർമൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ റേഞ്ച്. ബ്ലഡ് പ്രഷർ എടുക്കുമ്പോൾ ബ്ലഡ് പ്രഷർ ഉണ്ട്. നമ്മുടെ ഹാർട്ടിനൊരു നോർമൽ റിതം ഉണ്ട്. ഹാർട്ടിൻ്റെ റേറ്റ് നോർമലായിട്ടുള്ളതുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ അതിന് എന്താണ് അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ബോഡീൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ പറയും പനിയാണ് എന്നത്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷനാണ്. ബ്ലഡ് പ്രഷർ കുറഞ്ഞാലോ അത് ഹൈപ്പോ ടെൻഷനായി. ഹാർട്ട് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്കിക്കാർഡിയ എന്ന് പറയും. അപ്പം ഓരോന്നിനും എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്കുള്ളത്. ഈ ബാലൻസ് തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് അബ്നോർമാലിറ്റി. ഈ ബാലൻസ് തെറ്റുന്നതിൽ എന്തെങ്കിലും ബിഹൈൻഡ് ഒരു റീസൺ ഉണ്ട്, അത് ഫൈൻഡ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽസുകളിൽ നടത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നത്. ഈ ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. Next, understanding the basics of human body is fascinating journey into the wonders of life, the intricacies that keep us healthy and functioning every day. In this simple exploration, we will uncover the basics of human body, discovering the elegance and efficiency that make it a wondrous entity. Coming to the structural organization of human body. ഒരു ഹ്യൂമൻ ബോഡീൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ചാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ നിന്നും കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് സിസ്റ്റമിലോട്ടാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ളത്. ഏറ്റവും ബേസിക് സ്ട്രക്ചറായിട്ട് സെൽസുകളുണ്ട്. ഇതിനും താഴെ നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻസ് വരുന്നുണ്ട്. കെമിക്കൽ കോമ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ്, ഇതെല്ലാം കൂടി മേക്കപ്പ് ചെയ്തതാണ് ഒരു സെല്ല്. അപ്പോൾ സെല്ലാണ് നമ്മൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെൽസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഈ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് പണിയുമ്പം അതിൻ്റെ ഓരോ ഇഷ്ടിക കട്ടകൾ പോലെയാണ്.
ഓരോ ഇഷ്ടിക കട്ടകളാണ് അതിൻ്റെ സ്ട്രക്ചറാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് ഓരോന്ന് കൂടിച്ചേർന്നിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീടായി മാറുന്നത്. അതേപോലെ ഒരു ഹ്യൂമൻ ബോഡീൻ്റെ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസുകളാണ്. ഈ സെൽസുകൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ കോമ്പോണൻസുകൾ വേറെയും ഉണ്ടാകും. അതാണ് നമ്മുടെ മോളിക്യൂൾസ്, ആറ്റംസ്, DNAs ഒക്കെ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സെൽസുകൾ കമ്പൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് എത്തുന്നതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സെൽസുകൾ ഇല്ലെങ്കിൽ നമ്പർ ഓഫ് കുറേ സെൽസുകൾ കൂടി ചേർന്നിട്ട് എന്താണ് ഇതിൻ്റെ ഇടയിൽ കണക്ഷൻസ് ഒക്കെ വന്നിട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ടൈപ്പായി മാറുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ മസിൽ ടിഷ്യൂസ്, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് എന്നൊക്കെ പറയുന്നത്. സെൽസുകൾ കൂടി ചേർന്ന് ടിഷ്യൂസായി. ഇതേപോലെ 2-3 ടൈപ്പ് ഓഫ് ടിഷ്യൂസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ഓർഗൻ ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, ഒരു ഓർഗൻ ഡെവലപ്പ് ആവുക. നമ്മുടെ ലിവർ, കിഡ്നി, ബ്രെയിൻ എന്ന് പറയുന്നതിലുള്ള നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത് ടിഷ്യൂവിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ ഓർഗൻസ് ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസും ഇതൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മളൊരു ഓർഗൻ സിസ്റ്റം ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, ഓർഗൻ സിസ്റ്റത്തിന് നമുക്ക് പറയാം നമ്മുടെ നെർവസ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഡെഫിനിഷൻസിലോട്ട് പോകാം. സെൽസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫാണ്. ബേസിക് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. നെക്സ്റ്റ് കമ്മിങ് ടു ദ ടിഷ്യൂസ്. They are formed by cells joining forces. Okay, examples include muscles or connective tissue. Next, coming to the higher organization, that is organs, created when tissues collaborate. Examples: heart, lungs or liver. Next, organ systems. The collaboration of organs with specialized functions enable the body to perform the complex tasks. Examples include cardiovascular system, respiratory system, example. Now, let's move on to each of the structural organization. Structural organization നമുക്ക് കെമിക്കൽ ലെവലിലുണ്ട്, അത് സെല്ലുലാർ ലെവലിലോട്ട് പോകുന്നു, ടിഷ്യൂ ലെവലിലോട്ട്, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ദെൻ ഓർഗാനിസം ലെവൽ. ഇതിൻ്റെ ഒരു ബേസിക് ഫ്ലോ ചാർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കെമിക്കൽ ലെവലിൽ വരുന്നത് കെമിക്കൽ സ്ട്രക്ചേഴ്സാണ്, മോളിക്യൂൾസുകളാണ്. ഓക്കെ, അതിൻ്റെ ഓർഗനൈസേഷനാണ് നമുക്കൊരു സെല്ലായി മാറുന്നത്. ആ സെൽസുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ടിഷ്യൂ ആയി മാറുന്നത്. ടിഷ്യൂവിൻ്റെ കോമ്പിനേഷൻസാണ് ഓർഗൻസായി ഡെവലപ്പ് ആവുന്നത്. ഈ ഓർഗൻസുകൾ കൂടി ചേർന്ന് ഓർഗനൈസ് ചെയ്ത ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ കുറേ സിസ്റ്റംസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ഹ്യൂമൻ ബീയിങ് കംപ്ലീറ്റ് ആകുന്നത്. നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്, നെർവസ് സിസ്റ്റമാണ്, സർക്കുലേറ്ററി സിസ്റ്റമാണ്, റെസ്പിറേറ്ററി സിസ്റ്റം. ഓരോ ഫങ്ഷൻ ചെയ്യാനും നമുക്ക് ഓരോ ലെവൽ സിസ്റ്റമുകൾ വരുന്നുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് സെൽസിൻ്റെ തൊട്ടതായി അല്ലെങ്കിൽ സെൽസുകൾ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ് ദ കെമിക്കൽ ലെവൽ എന്ന് പറയുന്നത്, സ്മോളസ്റ്റ് ലെവൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇതിൽ ആറ്റംസ് വരുന്നുണ്ട്, മോളിക്യൂൾസുകളുണ്ട്. ഇത് മെറ്റബോളിക് പ്രോസസ് ആൻഡ് സെൽ ഫങ്ഷൻസ് ആണ് ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. ഓക്കെ, ആറ്റംസ് എന്താണ്, മോളിക്യൂൾസ് എന്താണ്, മെറ്റബോളിക് പ്രോസസ്സ് എന്താണ്, സെൽ ഫങ്ഷനുകൾ എന്താണ്, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ആറ്റംസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ ആണ്. എന്താണ് മാറ്റർ എന്ന് പറയുന്നത്? മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ഓർ വോളിയം. ഓക്കെ, അതിനൊരു സ്പേസ് ഓക്കുപ്പൈ ചെയ്യുന്ന ഏതൊരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അതിന് വെയിറ്റ് ഉണ്ടാകും, ബോഡി മാസ് ഉണ്ടാകണം, അത് സ്പേസസ് ഓക്കുപ്പൈ ചെയ്യണം. നെക്സ്റ്റ്, മോളിക്യൂൾസ്. ആറ്റംസുകൾ കൂടി ചേർന്ന്, ഫോർ എക്സാമ്പിൾ നമുക്ക് ആറ്റംസ് എന്ന് പറയുന്നത് കാർബൺ ആകാം, ഹൈഡ്രജൻ ആകാം. ഓക്കെ, ഇതാണ് ആറ്റംസ്. ആറ്റംസുകൾ കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ആകുന്നത്. ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജനും 1 ആറ്റം ഓഫ് ഓക്സിജനും, അതാണ് H2O ആയി മാറുന്നത്. അത് ഒരു വാട്ടർ മോളിക്യൂളാണ്.
നെക്സ്റ്റ് മെറ്റബോളിക് പ്രോസസ്സ്. മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ മെറ്റബോളിക് പ്രോസസ്സസ് എന്ന് പറയുന്നത്. ഇനി സെൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി അതിൻ്റെ റോള് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമ്മുടെ ബോഡികൾ ഫങ്ഷൻ ചെയ്യുന്നത് ഇതേപോലെ മെറ്റബോളിക് പ്രോസസ്സസും സെൽ ഫങ്ഷൻസും വഴിയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ സെല്ലുലാർ ലെവലാണ്. സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇത് ബേസിക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും ഫങ്ഷൻസിൻ്റെയും ബേസിക് യൂണിറ്റ് ആണ്. മോളിക്യൂൾസ് അല്ലെങ്കിൽ കെമിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. ഓക്കെ, പക്ഷെ സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസുകളാണ് നെർവ് സെൽസ്, ബ്ലഡ് സെൽസ്, മസിൽ സെൽസ്, ഹാർട്ട് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലുകൾ വരുന്നത്. നമുക്കൊരു സെൽസിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഹയർ ലെവൽ ഓർഗനൈസേഷൻ, സെൽസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്താകുന്നത്, ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മസിൽ ടിഷ്യൂ, ആ മസിൽ ടിഷ്യൂസ് എടുത്തിട്ടുണ്ട് നമുക്ക് അത് ഏതൊരു സ്ട്രയേറ്റഡ് ടൈപ്പ് ഓഫ് സെൽസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഒരു സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ ഫോം ചെയ്യുന്നത്. കാർഡിയാക് സെൽസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് കാർഡിയാക് മസിൽസുകൾ ഫോം ചെയ്യുന്നത്. അപ്പം സെൽസുകളെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ ലെവലിലോട്ട് മാറിയെടുക്കുന്നത്, അതാണ് സെൽസ് ഗ്രൂപ്പ് ബൈ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അവരുടെ സിമിലാരിറ്റിയും അവർ പെർഫോം ചെയ്യുന്ന ആക്ഷനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓക്കെ ഡിഫറെൻറ്റ് ടിഷ്യൂ ടൈപ്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂകൾ ഉണ്ടാകാം. ഓക്കെ, ടിഷ്യൂസ് വർക്കിംഗ് ടുഗദർ വിച്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ആൻ ഓർഗൻ. ഓക്കെ, ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റൊമക്കിൻ്റെ ടിഷ്യൂ ആണ്, ഓക്കെ സ്റ്റൊമക്കിൻ്റെ ഓർഗൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്റ്റൊമക്കിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂകൾ കാണാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിൻ്റെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എപ്പിത്തീലിയൽ ടൈപ്സ് ഓഫ് മസിൽ ടിഷ്യൂസുകൾ കാണണം. അതിൻ്റെ തൊട്ടു മേലെ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ ലെയർ ഉണ്ട്, അതാണ് സ്മൂത്ത് മസിൽ ടിഷ്യൂ ലെയർ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തുണ്ട്, കുറച്ചും കൂടി പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മെംബ്രെയിൻസുകൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് സെറസ് മെംബ്രെയിൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാൻ പറ്റും 3 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്, എപ്പിത്തീലിയൽ ടിഷ്യൂ, സ്മൂത്ത് മസിൽ ടിഷ്യൂ, അതേപോലെ സെറസ് മെംബ്രെയിൻ. ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ ഓർഗൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് എക്സാമ്പിൾസ് കിഡ്നി, ലങ്സ്, ഹാർട്ട്, ടൂത്ത്, ബ്രെയിൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഏതൊരു ഓർഗൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഡിഫറെൻറ്റ് ടിഷ്യൂ ടൈപ്സുകളുടെ ജോയിനിങ് ആണ് ഒരു ഓർഗനായിട്ട് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇനി ഈ ഡെവലപ്പ് ചെയ്ത ഓർഗൻസുകളെ നമ്മൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സിസ്റ്റമാക്കി ക്രിയേറ്റ് ചെയ്തിട്ടാണുള്ളത്. ഈ സിസ്റ്റംസുകളാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ, ബേസിക് ആൻഡ് കോംപ്ലക്സ് ഫങ്ഷൻസുകൾ പെർഫോം ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് സിസ്റ്റംസുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നാൽ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ബോഡീനൊരു ഷേപ്പൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസുകൾ കാരണമാണ്. ഈ ബോൺസ് ആണ് സ്കെലിറ്റൽ സിസ്റ്റം. ഇതാണ് നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രെയിം വർക്ക് കിട്ടുന്നത്. നമ്മുടെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായി അതിൻ്റെ ഷേപ്പ് മൊത്തമായിട്ട് മാറിപ്പോയി. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് നമ്മളൊരു വീട് പണിയുമ്പം നമ്മളതിന് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ട് പില്ലേഴ്സുകളൊക്കെ കൊടുക്കുന്നത് എന്താണ്, അതാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പില്ലേഴ്സുകൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് സ്ട്രോങ് ആണ്. ഇതാണ് അതേപോലെ നമ്മുടെ ബോഡീൻ്റെ ഫ്രെയിം വർക്കായി കിട്ടും, നമ്മളെ
സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ബോൺസുകളാണ്. അതിനെ നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നു. ഇനി ഈ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് മസ്കുലർ ടിഷ്യൂസ് ഉണ്ട്, ഇല്ലെങ്കിൽ മസ്കുലർ സിസ്റ്റം ഉണ്ട്. ഈ മസ്കുലർ സിസ്റ്റമാണ് നമുക്ക് ഷേപ്പ് തരുന്നത്. നമ്മളൊരു വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ജിപ്സമോ ഇല്ലെങ്കിൽ പ്ലൈവുഡ്സുകളോ വെച്ചിട്ട് അതിനെന്താണ് മോഡിഫൈ ചെയ്ത് എസ്തെറ്റിക് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മസിൽസുകളാണ്. ഷേപ്പ് മാത്രമല്ല, അതിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ മൂവ്മെൻറ്റ്സ്, കോർഡിനേഷൻസ്, ഇതൊക്കെ നടക്കുന്നത് ഈ മസിൽസ്, നമ്മുടെ ആക്ഷൻസുകൾ ഉണ്ടാകുന്നത് മസിൽസുകൾ കൊണ്ടാണ്. നെക്സ്റ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നതും ശ്വസിച്ച് പുറത്തോട്ട് വിടുന്നതും, ആ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, നമ്മൾ ഓക്സിജൻ ഉള്ളോട്ട് എടുക്കുന്നു, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പയർ ചെയ്ത് കളയുന്നു. ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓർഗൻസ്, ഇതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഓർഗനാണ് ലങ്സ്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മളെ ബോഡിയിൽ മൊത്തമായിട്ടും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നതും അതേപോലെ യൂസ്ഡ് ആയിട്ടുള്ള ബ്ലഡുകളെ പ്യൂരിഫൈ ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി തിരിച്ച് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നതും വെയിൻസുകളാണ്. അതായത് ആർട്ടറീസും വെയിൻസുകളും ആണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സപ്ലൈ നടക്കുന്നത്. അതിൻ്റെ മെയിൻ ഓർഗനായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടാണ്. ഓക്കെ, അതൊരു പമ്പിങ് സിസ്റ്റമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലോട്ടും എനർജീനെ ഡിസെമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഇനി നമുക്ക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ കോർഡിനേഷൻസ്, കൺട്രോള്, മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ട്. അതിൽ ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സുകളൊക്കെയാണ് ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെയും ഓർഗൻസുകളും അതിൻ്റെതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഏതാണ് സിസ്റ്റംസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു സെക്കൻഡ് എടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ഈ സിസ്റ്റംസ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഫസ്റ്റ് കാണുന്നത് എന്താണ്? നമ്മുടെ മെയിൻ ഓർഗനായി അതിൽ നിൽക്കുന്നത് ബ്രെയിനാണ്. പിന്നെ കുറേ കണക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ബ്രെയിനായി നിൽക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാം ബ്ലഡ് വെസൽസുകൾ റെഡും ബ്ലൂവും കളറിൽ റെപ്രസെൻ്റ് ചെയ്ത്. റെഡ് കളർ എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്നും മസിൽസിലോട്ടും, തിരിച്ച് ബ്ലൂ കളറാണ് നമ്മൾ തിരിച്ച് ഹാർട്ടിലോട്ടും കൊണ്ടുവരുന്നത്. ഇത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം പുതിയ ബ്ലഡ് നമ്മളിങ്ങനെ റീസ്റ്റോർ അല്ല ചെയ്യുന്നത്. ബ്ലഡിനെ പിന്നെയും നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഒരു RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. അപ്പം ഇത് നമ്മൾ റീയൂസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലേറ്ററി സിസ്റ്റമായിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. അതിൽ ഹാർട്ടാണ് അവിടെ പമ്പിങ് സിസ്റ്റമായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് കാണുന്നത് ലങ്സിൻ്റെതും അതേപോലെ നമ്മൾ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസുകളാണ്. നെക്സ്റ്റ് നമ്മുടെ ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കെൽറ്റൽ സിസ്റ്റം. നെക്സ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫസ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് വരുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസും അതിൻ്റെ ഫങ്ഷൻസും. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ നിന്നാണ്. ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അത് സലൈവറി ഗ്ലാൻഡ് അതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളത് ച്യൂ ചെയ്ത് ഫാരിങ്സിലോട്ട് മൂവ് ചെയ്തു, അത് ഈസോഫേഗസിലൂടെ മൂവ് ചെയ്ത് നമ്മുടെ സ്റ്റൊമക്കിലെത്തുന്നു. ഈ സ്റ്റൊമക്കിൽ നിന്നും അതെന്താകുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനും സ്മോൾ ഇൻറ്റെസ്റ്റൈനും കവർ ചെയ്തിട്ടാണ് എന്താക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള അബ്സോർപ്ഷൻസ് ഒക്കെ ഈ പാത്ത് വേയിൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ വേസ്റ്റ് പ്രൊഡക്റ്റുകളാണ് ലാസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്രേക്സ് ഡൗൺ ദ ഫുഡ് ആൻഡ് അബ്സോർബ്സ് ന്യൂട്രിയൻസ് ടു പ്രൊവൈഡ് എസെൻഷ്യൽ എനർജി റിസോഴ്സസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് മൗത്ത്, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇതാണ് നമ്മുടെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാൻഡുകളും ഉണ്ട്. അതാണ് ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡേഴ്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഗ്ലാൻഡുകൾ. നെക്സ്റ്റ് കമ്മിങ് ടു ദ നെർവസ് സിസ്റ്റം. ഓക്കെ, നെർവസ് സിസ്റ്റം എന്തായിരുന്നു?
ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളും കോർഡിനേഷൻസും കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്, അതേപോലെ സ്പൈനൽ കോഡ്, ദെൻ നെർവ്സ്. ഇതാണ് ഓർഗൻസുകൾ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫങ്ഷൻസും റോളുകളും. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ബോഡി ഫങ്ഷൻസ് ത്രൂ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് and ensures effective communication between different parts of the body. അപ്പോൾ നമ്മുടെ ബോഡി ഫങ്ഷൻസുകളെ ഡിഫറെൻറ്റ് ഓർഗൻസിലോട്ടും മസിൽസിലോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലൂടെയാണ്. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെർവ്സിലൂടെയാണ്. ഇതിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. നെക്സ്റ്റ് കമ്മിങ് ടു റെസ്പിറേറ്ററി സിസ്റ്റം. യെസ്, എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഫങ്ഷൻസ്. ദ റെസ്പിറേറ്ററി സിസ്റ്റം ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഓക്സിജനും എക്സ്ഹെയിൽ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡും. ഓക്കെ, അപ്പം ഈ ഒരു ഓക്സിജൻ നമ്മുടെ ബോഡീൻ്റെ ഗ്രോത്തിന് അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് ഓക്സിജൻ ഇൻടേക്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന കുറച്ച് ഓർഗൻസുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ഡയഫ്രം. ലങ്സ് നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ലങ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗൻ. അതിലോട്ടുള്ള വിൻ പൈപ്പുകളാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഈ വിൻ പൈപ്പിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻസ് ആണ് ബ്രോങ്കൈയും ബ്രോൺകൈറ്റിസും. ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡമിനൽ കാവിറ്റീനെയും നമ്മളെ ചെസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പം ഈ ഡയഫ്രത്തിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഭക്ഷണം നല്ലോണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ശ്വാസമൊക്കെ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള പോലെ. കാരണം എന്താണ്? നമ്മുടെ ഡയഫ്രം നല്ല എക്സ്പാൻഡ് ആയി നിൽക്കുകയാണ്. നമ്മുടെ അബ്ഡമിനൽ കാവിറ്റി എക്സ്പാൻഡ് ആയിട്ട് ഡയഫ്രം ഇങ്ങനെ ഡയലേറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ലങ്സിനെ അത് കൺജസ്റ്റ് ചെയ്യുന്നു. ഈ ലങ്സിനെ കൺജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്വസിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് എന്താക്കണം? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും എടുക്കണം. ഈ എക്സ്റ്റേണൽ സോഴ്സിനെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു റോ മെറ്റീരിയലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബോഡീനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ ബോഡീനെ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഇതാക്കി എടുക്കുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലോട്ട് ന്യൂട്രിയൻസ് ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഓർഗൻസിലോട്ട് പോകുന്നു. വൺസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡിനെ തിരിച്ചും കൊണ്ടുവരണം. കാരണം ഇതിനെ പ്യുവർ ആക്കിയിട്ട് വേണം പിന്നെയും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസുകളാണ് ഹാർട്ട്, ബ്ലഡ് വെസൽസ്. നമുക്ക് ബ്ലഡ് വെസൽസ് രണ്ട് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസുകളാണ് വരുന്നത്. ഒന്ന് ആർട്ടറീസും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിൻസുകളാണ്. ആർട്ടറീസ് എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നതാണ്. അതിൽ എക്സെപ്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, 1 or 2 ആർട്ടറീസ് നമ്മുടെ ഇംപ്യുവർ ബ്ലഡ്സുകൾ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടറീസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൽ നിന്നും നമ്മുടെ ഡിഫറെൻറ്റ് ഓർഗൻസിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വെയിൻസ് എന്ന് പറയുന്നതും ഒരു ബ്ലഡ് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽ തന്നെയാണ്. ഇതിൻ്റെ ഫങ്ഷൻ നമ്മൾ വൺസ് സപ്ലൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് അത് ഹാർട്ടിലോട്ട് കൊണ്ടുവരിക, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ലങ്സിലെത്തി അങ്ങനെ അത് ഹാർട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ വെയിൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് ബ്ലഡും ബ്ലഡ് പ്രൊഡക്ട്സുകളും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണ്. സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ഫ്രെയിം വർക്കാണ്. നമുക്ക് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, അതേപോലെ നമുക്കൊരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്കാക്കി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ
സ്കെൽറ്റൽ സിസ്റ്റം ആണ്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഹാർട്ട് എടുക്കാം. ഈ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിബ്സുകളുണ്ട്. ഈ റിബ്സുകളാണ് നമ്മളെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായി നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ മസിൽസുകളുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് സ്കിന്നുകളാണ് വരുന്നത്. അപ്പം ഓരോ ബോൺസിനും നമുക്ക് ഡിഫറെൻറ്റ് നെയിംസുകളാണ്. നമുക്കിപ്പോൾ സപ്പോസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും വലിയ ബോൺ എന്ന് പറയുന്നത് ഫീമറാണ്, നമ്മുടെ തുടയിൽ. ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് നമ്മുടെ ഇയറിലുള്ള സ്റ്റെപ്പീസ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ബോണാണ്. ഇനി ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ബോൺസുകളുണ്ട്. ഈ ബോൺസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജോയിൻസുകളുണ്ട്. പിന്നെ ഈ ബോൺസിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ മാരോകളും ഉണ്ട്. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ദ മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ നമുക്ക് ഷേപ്പും നൽകുന്നതാണ് മസിൽസ് എന്ന് പറയുന്നത്. ഈ മസിൽസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസുകളാണ് വരുന്നത്. അതാണ് സ്കെലറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതൊരു ബോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്കെലറ്റൽ മസിൽസ്. ഓക്കെ, സ്മൂത്ത് മസിൽസ് എന്ന് പറയുമ്പം ഓർഗൻസുകളൊക്കെ ഫോം ചെയ്യുന്നതാണ്. കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസ് ആണ്. അത് നമ്മുടെ ഹാർട്ടിൽ മാത്രമാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ഓരോ ഹ്യൂമൻ ബീയിങ്സിനും എന്താണ് ഒരു റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഉണ്ട്. ഈ റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെയിൽസിനും അതേപോലെ ഫീമെയിൽസിനും ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളാണ് വരുന്നത്. ഇപ്പോൾ മെയിൽസ് എടുക്കുമ്പോൾ മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. കാരണം ഈ ടെസ്റ്റിസിൽ നിന്നാണ് സ്പേമിൻ്റെ പ്രൊഡക്ഷൻസ് നടക്കുന്നത്. ഈ സ്പേമാണ് നമുക്ക് ഓഫ് സ്പ്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫീമെയിൽസ് ആണെങ്കിലോ, ഫീമെയിൽസിൻ്റെ എഗ്ഗുകൾ പ്രൊഡക്ഷൻസ് നടക്കുന്നത് ഓവറിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഓവറിയിൽ നിന്നും അതേപോലെ ടെസ്റ്റിൽസിൽ നിന്നും അവരുടെ എഗ്ഗും സ്പേമും റിലീസ് ചെയ്ത് അതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ഒരു ഓഫ് സ്പ്രിങ്ങിൻ്റെ ഗ്രോത്ത് നടക്കുക. നെക്സ്റ്റ് വരുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം? നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും ഇത് ഹിയർ ചെയ്യുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ബോഡീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോർമോൺസുകളുണ്ട്. ഓക്കെ, ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള, എസ്പെഷ്യലി ഫീമെയിൽസുകൾ ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും നിങ്ങളെ തൈറോയിഡ് ഹോർമോൺ. ഏതൊരു ഫീമെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ജനറേഷനിൽ പറയുന്നത് അവർക്ക് തൈറോയിഡാണ് എന്നാണ്. എന്താണ് ഈ തൈറോയിഡ്? ഓക്കെ, തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഒരു എച്ച് ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് തൈറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺസ്. അതിന് T3, T4 എന്ന് പറയുന്ന അതേപോലെ TSH എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഹോർമോൺസുകളാണ്. ഈ ഹോർമോൺസ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോഡി ഫങ്ഷൻസിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താക്കുന്നത്, എയ്തർ അവരുടെ തൈറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്തർ അവർക്ക് തൈറോയിഡ് കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ തൈറോയിഡ് കുറവായിരിക്കും. അപ്പം എൻഡോക്രൈൻ സിസ്റ്റം ഇത് റെഗുലേറ്റ് ചെയ്യുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ബോഡീസിൽ ഡിഫറെൻറ്റ് ഗ്ലാൻഡുകളുണ്ട്. ഈ ഡിഫറെൻറ്റ് ഗ്ലാൻഡുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ നേച്ചറിലെ കെമിക്കൽ സ്ട്രക്ചേഴ്സുകളാണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസുകളാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലാൻഡുകൾ. ഇത് മാത്രമല്ല നമുക്ക് ഇനിയും ഗ്ലാൻഡുകളുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, ടെസ്റ്റിസ് ഉണ്ട്, അതേപോലെ ഓവറീസ് ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെല്ലാ ടർസിക്ക, അതായത് നമ്മുടെ സ്കൾ ബോൺ തലേൻ്റെ ഉള്ളിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്. നെക്സ്റ്റ് തൈറോയിഡ് നമ്മുടെ ഏകദേശം നമ്മുടെ നെക്ക് ഭാഗത്താണ് വരുന്നത്. അഡ്രിനൽ ഗ്ലാൻഡും പാൻക്രിയാസ് ഒക്കെ നമ്മുടെ അബ്ഡോമിനൽ ഏരിയാസിലാണ് വരുന്നത്. ടെസ്റ്റിസും അതേപോലെ ഓവറീസും നമ്മുടെ പെൽവിക് ഏരിയാസിലാണ് വരുന്നത്. ഇതിൽ ടെസ്റ്റിസ് നമ്മുടെ ബോഡീൻ്റെ ഔട്ട്സൈഡ് ആയിട്ട് സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലാണ് നമ്മൾ ടെസ്റ്റിസുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും എന്തൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതേപോലെ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ
അതെന്താകാം, നമ്മളപ്പോൾ തന്നെ ഡോക്ടറെ അടുത്തൊന്നും പോവില്ല. കാരണം നമ്മളെ ബോഡിക്ക് തന്നെ അതിൻ്റെ പ്രതിരോധ ശക്തിയുണ്ട്. അസുഖത്തിനെ ഫൈറ്റ് ചെയ്ത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിക്ക് തന്നെ ഒരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫെൻസ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസീസസ്, പ്രൊട്ടക്റ്റിംഗ് ദ ബോഡി ഫ്രം ഹാംഫുൾ പാത്തജൻസ്. ഓക്കെ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത്രയും കോംപ്ലെക്സ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ്. നമുക്ക് വരുന്ന 70% രോഗങ്ങളും നമ്മളെ ബോഡി തന്നെ പ്രതിരോധിച്ച് ഇല്ലാതാക്കിക്കൊള്ളും. ബാക്കിയുള്ള വെറും 30%-ത്തിനാണ് നമ്മൾ ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓർഗൻസും സ്ട്രക്ചറുകളുമാണ്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലിംഫാറ്റിക് സ്ട്രക്ചറുകളാണ്. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസുകളാണ്, പിന്നെ സ്പ്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗൻസും. ഓക്കെ, അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡീൻ്റെ കോമ്പോസിഷൻസും അതിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചറുകൾ, ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, എങ്ങനെയാണ് ഒരു ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യുന്നത്, ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, ഈ ഓർഗൻ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓർഗനൈസേഷൻ, ഏതൊക്കെ ഓർഗൻസുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ബോഡി തന്നെ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാവരും റിവൈസ് ചെയ്തു.